ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഒരു പെൺകുട്ടിക്ക് നിങ്ങളെ ഇഷ്ടമാണെങ്കിൽ അവർ ചെയ്യുന്ന കുറേ അധികം കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെന്താണെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഒന്നാമതായിട്ട് ഒരു പെൺകുട്ടിക്ക് നിങ്ങളോട് ഇഷ്ടം തോന്നിയാൽ അവൾ ചെയ്യുന്ന കാര്യങ്ങളാണ്. അവളുടെ പേഴ്സണൽ ലൈഫിലുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങളോട് ഓപ്പണായിട്ട് ഷെയർ ചെയ്യും. അതിപ്പോൾ നല്ലതായിക്കോട്ടെ ചീത്തയായിക്കോട്ടെ എന്ത് കാര്യമാണെങ്കിലും നിങ്ങളുമായിട്ട് അവരത് ഷെയർ ചെയ്യും. അതുപോലെ തന്നെ നിങ്ങളുടെ പേഴ്സണൽ ലൈഫിലുള്ള കാര്യങ്ങളൊക്കെ അവരെ ചോദിച്ചറിയും, ഇൻക്ലൂഡിങ് യുവർ ഫാമിലി ഡീറ്റെയിൽസ് ഓൾസോ. നിങ്ങളുടെ വീട്ടിൽ ആരൊക്കെയുണ്ട്, അച്ഛൻ്റെ ജോലി, അമ്മ എന്ത് ചെയ്യുന്നു, അനിയനുണ്ടോ അനിയത്തിയുണ്ടോ, അവരൊക്കെ എന്ത് ചെയ്യുന്നു തുടങ്ങി നിങ്ങളുടെ ലൈഫിൽ ഉള്ള കാര്യങ്ങളും നിങ്ങളുടെ ഫാമിലി ഡീറ്റെയിൽസ് എല്ലാം അവർ ചോദിച്ച് അറിഞ്ഞുകൊണ്ടേ ഇരിക്കും. അതാണ് അവർ ആദ്യമേ ചെയ്യുന്ന ഒരു കാര്യം. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങളെ ഒരു പെൺകുട്ടിക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അവൾ എന്നും നിങ്ങളുമായിട്ടുള്ളൊരു കോണ്ടാക്റ്റ് നിലനിർത്തും. ഇടയ്ക്കൊക്കെ ചോദിക്കും, നമുക്കൊന്ന് പുറത്തു പോയാലോ, അല്ലെങ്കിൽ നിങ്ങളൊരു ദിവസം കണ്ടില്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയക്കും, ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് ഒക്കെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യും. അങ്ങനെ എന്നും നിങ്ങളുമായിട്ടുള്ളൊരു കോണ്ടാക്റ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ശ്രദ്ധിക്കും. ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ എന്ത് കാര്യത്തിലാണെങ്കിലും അവരെ അപ്രിഷ്യേറ്റ് ചെയ്യും. ഒരു ഉദാഹരണം പറയാം, നിങ്ങൾക്ക് ഇപ്പോൾ എന്തെങ്കിലും ഒരു ചെറിയ സമ്മാനം കിട്ടി, ആ കാര്യം അവരറിയുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർ നിങ്ങളെ വിളിച്ച് ഇങ്ങനെ അപ്രിഷ്യേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കും. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ അർത്ഥം അവർക്ക് നിങ്ങളെ ഇഷ്ടമാണ് എന്നതാണ്. ഇനി നാലാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ എന്തെങ്കിലും വിഷമഘട്ടങ്ങളിലൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനും നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനും അവരുണ്ടായിരിക്കും. നിങ്ങളുടെ വിഷമങ്ങൾ എന്താണെന്ന് കേൾക്കാനും നിങ്ങൾ പറയുന്ന ഓരോ കാര്യങ്ങൾ ശ്രദ്ധയോടെ അവർ കേൾക്കാനും അതിൽ നിന്നും ഉള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരാനും ഇനി മുമ്പോട്ട് എങ്ങനെ പോകണം അതിൽ നിന്നുള്ള മോട്ടിവേഷൻസും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാൻ വേണ്ടി അവർ ശ്രദ്ധിക്കും. നിങ്ങളുടെ വിഷമത്തിലൊക്കെ അവർ പങ്കുചേരും. ഇപ്പം നിങ്ങളുടെ ജോലി പോയി എന്ന് വിചാരിക്കുക, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആകെ ഡിപ്രഷൻ അടിച്ചിരിക്കുന്ന സമയത്ത് അവർ വന്നിട്ട് പറയും, ഇതൊക്കെ എന്ത്, ഇനി വേറെ നല്ല ജോലി കിട്ടും. അങ്ങനെ നിങ്ങളെ നന്നായിട്ടൊന്ന് മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി അവർ ശ്രമിക്കും. അങ്ങനെ ആരെങ്കിലുമൊക്കെ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അവർക്ക് നിങ്ങളെ ഇഷ്ടമാണ് എന്നതാണ്. ഇനി അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത്, അവർക്ക് കുറച്ച് ഫ്യൂച്ചർ ഗോൾസ് ഒക്കെ ഉണ്ടാവും. ഭാവിയിലേക്ക് ഇന്നതായി തീരണം, അല്ലെങ്കിൽ ഇത് ഞാൻ അച്ചീവ് ചെയ്യും, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങളായിട്ട് അവരെ ഷെയർ ചെയ്യും. അതുപോലെ തന്നെ നിങ്ങളുടെ ലൈഫിലുള്ള നിങ്ങളുടെ ഫ്യൂച്ചർ ഗോൾസ് കാര്യങ്ങളൊക്കെ അവർ തിരിച്ചും ചോദിച്ചറിയും. ഇങ്ങനെയൊക്കെ ചോദിച്ച് അവർ അറിയുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അവർക്ക് നിങ്ങളെ ഇഷ്ടമാണ് എന്നതാണ്. ഇനി ആറാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങളുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് അവർ ഭയങ്കര ഹാപ്പി ആയിരിക്കും. നിങ്ങൾ പറയുന്ന ഓരോ തമാശകളൊക്കെ കേട്ട് അവർ പൊട്ടി പൊട്ടി ചിരിക്കും. എപ്പോഴും ചിരിയായിരിക്കും അവരുടെ മുഖത്ത് ഉണ്ടാവുക. ചിലപ്പോൾ ഇങ്ങനെ ചിരിച്ച് ചിരിച്ച് കവിളൊക്കെ ചുമന്ന് വരെ വരും. അതുപോലെ ഹാപ്പിയായിട്ട് ചിരിച്ച് കളിച്ച് നിങ്ങളോട് ആരെങ്കിലും സംസാരിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അവർക്ക് നിങ്ങളെ ഇഷ്ടമാണെന്നാണ്. ഇതൊക്കെയാണ് ഒരു പെൺകുട്ടിക്ക് ഒരു ആൺകുട്ടിയോട് ഭ്രാന്തമായ സ്നേഹമുണ്ടായാൽ അവൾ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടം സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.